أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും. പ്രപഞ്ചനാഥനായ ഏകനായ സ്രഷ്ടാവ് അള്ളാഹുവിൽ നിന്നുള്ള സമാധാനമുണ്ടാകട്ടെ. കുടുംബം പോറ്റാനായി ഉറക്കമിളച്ച് കാവൽ നിന്നിരുന്നൊരു കാവൽക്കാരനെ ധനികനായൊരു വ്യക്തി ഗേറ്റ് തുറക്കാൻ താമസിച്ചതിൻ്റെ പേരിൽ വാഹനമിടിപ്പിച്ചും മർദ്ദിച്ചും നിഷ്ഠൂരമായി വധിച്ച വാർത്ത കേരള മനസ്സാക്ഷിയെ ആഴത്തിൽ സ്പർശിക്കുകയും ഒട്ടേറെ മനസ്സുകളെ നൊമ്പരപ്പെടുത്തുകയും ചെയ്തു. ഈ ക്രൂരകൃത്യം ചെയ്തതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വ്യക്തി പ്രവൃത്തി കൊണ്ടല്ലെങ്കിലും പേരുകൊണ്ടൊരു മുസ്ലിമാണ്. ഈ ക്രൂരതയ്ക്ക് ഇരയായ സാധുവായ കാവൽക്കാരൻ ഒരു ഹിന്ദുവാണ്. എന്നിട്ടും കേരളത്തിലെ ഒരു മുസ്ലിം പോലും ആ മുസ്ലിം പേരുള്ള വ്യക്തിയെ വിശ്വാസത്തിൽ തൻ്റെ സഹോദരനായി കണ്ടില്ല. മറിച്ച് അയാളെ ഒരു കുറ്റവാളിയായിട്ടും ക്രൂരമായൊരു കൃത്യം ചെയ്ത വ്യക്തിയായിട്ടുമാണ് ദർശിച്ചത്. കേരളത്തിലെ ഒരു മുസ്ലിം പോലും ആ കാവൽക്കാരനെ ഒരു ഹിന്ദുവായി കണ്ടില്ല. മറിച്ച് ക്രൂരതക്കിരയായ ഒരു സാധു മനുഷ്യനായിട്ടാണ് കണ്ടത്. ഒരു വ്യക്തിയുടെ പ്രവർത്തനം അയാളുടെ പേരുമായി ബന്ധപ്പെട്ട മതത്തിന്റെ കണക്കിൽ വരവെക്കാമെങ്കിൽ ഭാരതത്തിൽ ഒട്ടനവധി വർഗീയ കലാപങ്ങളിൽ ആയിരങ്ങളെ കൊന്നൊടുക്കിയ സവർണ ഫാസിസ്റ്റ് കേഡർമാരുടെ നടപടികൾ ഹൈന്ദവ മതത്തിന്റെ കണക്കിൽ വരവെക്കേണ്ടതല്ലേ? ലോക ചരിത്രത്തിൽ ഒട്ടനവധി കൊടും ക്രൂരതകൾ ചെയ്തിട്ടുള്ളതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ ക്രിസ്ത്യൻ പേരുള്ള ആളുകളുടെ ക്രൂരകൃത്യങ്ങൾ ക്രൈസ്തവ മതത്തിന്റെ കണക്കിൽ വരവെക്കേണ്ടതല്ലേ? പാലസ്തീൻ പൈതങ്ങളെയും സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധരെയും നിരപരാധികളെയും നിരന്തരം കൊന്നുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര രാഷ്ട്രമായി ഇസ്രായേലിന്റെ മനുഷ്യത്വം എന്തെന്നറിയാത്ത സയോണിസ്റ്റ് സൈനികരുടെ ക്രൂരത യഹൂദ മതത്തിന്റെ കണക്കിൽ വരവെക്കേണ്ടതല്ലേ? റോഹിംഗ്യ മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്തുകൊണ്ടിരിക്കുന്ന ബുദ്ധ സന്യാസിമാരുടെ നേതൃത്വത്തിലുള്ള ക്രൂരമായ നടപടികൾ ബുദ്ധമതത്തിന്റെ കണക്കിൽ വരവെക്കേണ്ടതല്ലേ? ബാങ്ക് കൊള്ളയടിച്ച ക്രിസ്ത്യൻ പേരുള്ളയാളെ ക്രിസ്ത്യൻ ബാങ്ക് കൊള്ളക്കാരനെന്നും ബലാത്സംഗം ചെയ്ത ഹിന്ദു പേരുള്ളയാളെ ഹിന്ദു ബലാത്സംഗക്കാരനെന്നും വഞ്ചനയും ചതിയും നടത്തുന്ന യഹൂദ പേരുള്ളയാളെ വഞ്ചകനായ യഹൂദനെന്നും വിളിക്കേണ്ടതല്ലേ? പക്ഷെ ഇങ്ങനെയെല്ലാം വിളിക്കുന്നത് അധർമ്മമാണ്, തിന്മയാണ്. കാരണം ഒരു വ്യക്തിയുടെ പ്രവൃത്തി ആ വ്യക്തിയുടെ പേരുമായി ബന്ധപ്പെട്ട മതത്തിന്റെ കണക്കിൽ വരവ് വെക്കുന്നതിന് മുൻപ് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ആ മതദർശനം അനുകൂലിക്കുന്നതാണോ, ഇത്തരത്തിലുള്ള പ്രവർത്തികളെ പ്രോത്സാഹിപ്പിക്കുന്ന വചനങ്ങൾ ആ ഗ്രന്ഥത്തിലുണ്ടോ എന്ന് വിശകലനം ചെയ്ത ശേഷം മാത്രമേ ഇത്തരമൊരു നടപടി പാടുള്ളൂ. അതല്ലെങ്കിൽ മഹാഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവരോടും മഹാഭൂരിപക്ഷം ഉള്ള ഹൈന്ദവരോടും മുസ്ലിങ്ങളോടും ബുദ്ധമതക്കാരോടും ചെയ്യുന്ന അനീതിയാണ്, അതിക്രമമാണ്. അപ്പോൾ ഈ മാനദണ്ഡം സ്വീകരിച്ചുകൊണ്ട് തീവ്രവാദത്തെയും ഭീകരതയെയും പ്രോത്സാഹിപ്പിക്കുന്ന വചനങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തിയിട്ടുണ്ടോ എന്ന് നമുക്ക് വിശകലനം ചെയ്യാം. സാംഖ്യേന ന യോഗേന ന കർമ്മണ ന വിദ്യയ ബ്രഹ്മേക തത്വതത്വേന മോക്ഷ സംസിദ്ധിനാന്യേന. കർമ്മം കൊണ്ടോ ജ്ഞാനം കൊണ്ടോ യോഗം കൊണ്ടോ ആർക്കും മോക്ഷം ലഭിക്കില്ല. പരമാത്മാവും ജീവാത്മാവും ഒന്നാണെന്ന തിരിച്ചറിവുണ്ടെങ്കിൽ മാത്രമേ മോക്ഷം ലഭിക്കുകയുള്ളൂ എന്ന്. ഇത് മാത്രമെന്ന വാക്ക് അദ്ദേഹം ഉപയോഗിച്ചത് കൊണ്ട് മാത്രം ശങ്കരാചാര്യർ ഒരിക്കലും ഒരു വർഗീയവാദിയല്ല, മതഭ്രാന്തനല്ല. അത് അദ്ദേഹത്തിന്റെ വിശ്വാസത്തോടുള്ള ആത്മാർത്ഥതയാണ്, സത്യസന്ധതയാണ്. അതുപോലെ ഒരു മുസ്ലിം
ഏകനായ സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, സൃഷ്ടികളെ ആരാധിക്കാൻ പാടില്ല എന്ന തൗഹീദിൽ വിശ്വസിക്കുകയും അത് മറ്റുള്ളവരോട് ഉണർത്തുകയും ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും ഒരു വർഗീയവാദിയല്ല, ഭീകരവാദിയല്ല, മതഭ്രാന്തനല്ല. അപ്പോൾ എപ്പോഴാണ് ഒരു വ്യക്തി, ഒരു പ്രസ്ഥാനം, ഒരു ഭരണാധികാരി വർഗീയവാദിയാകുന്നത്? ഞാൻ വിശ്വസിക്കുന്നത് നിർബന്ധമായും മറ്റുള്ളവരും വിശ്വസിക്കണമെന്നും ഞാൻ അംഗീകരിക്കുന്നത് നിർബന്ധമായും മറ്റുള്ളവരും അംഗീകരിക്കണമെന്നും അങ്ങനെ അവരെ കൊണ്ട് വിശ്വസിപ്പിക്കാനും അംഗീകരിപ്പിക്കാനും ആയുധം ഉപയോഗിക്കാനും അധികാരം ഉപയോഗിക്കാനും പ്രലോഭനം ഉപയോഗിക്കാനും എനിക്ക് കഴിവുണ്ടെന്നും എന്നിട്ടും അവർ അത് സ്വീകരിക്കുന്നില്ലെങ്കിൽ അവരെ വധിക്കാനും അവരുടെ ഭവനങ്ങൾ തകർക്കാനും ആരാധനാലയങ്ങൾ അഗ്നിക്കിരയാക്കാനും തനിക്ക് അവകാശമുണ്ടെന്നൊരാൾ കരുതിയാൽ അയാൾ ഒരു തീവ്രവാദിയാണ്, മതഭ്രാന്തനാണ്. ഇങ്ങനെ കരുതുന്ന ഒരു പ്രസ്ഥാനം അങ്ങനെയാണ്, ഒരു ഭരണാധികാരി അങ്ങനെയാണ്. ഇങ്ങനെയുള്ള ചിന്തകളും ആശയങ്ങളും പ്രാവർത്തിക മേഖലകളിലേക്ക് ഒരാൾ കൊണ്ടുവരുമ്പോൾ അത് ഭീകര പ്രവർത്തനമായി, തീവ്രവാദ പ്രവർത്തനമായി. ഞാൻ ഈ തീവ്രവാദത്തിന് നൽകിയ നിർവചനത്തോട് എനിക്ക് തോന്നുന്നില്ല സത്യം പണയം വെക്കാത്ത ഒരു മനുഷ്യനും രണ്ടഭിപ്രായം ഉണ്ടാവുകയില്ല. ഈ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ തീവ്രവാദത്തെയും ഭീകരതയും പ്രോത്സാഹിപ്പിക്കുന്ന വേദഗ്രന്ഥമാണോ ഖുർആൻ എന്നും അങ്ങനെ പ്രോത്സാഹിപ്പിച്ച വ്യക്തിയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും നമുക്ക് വിലയിരുത്താം. ഇസ്ലാമിക വിശ്വാസം നിർബന്ധപൂർവം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള കൽപ്പനകൾ ഖുർആനിൽ ഉണ്ടോ എന്ന് നാം വിലയിരുത്തേണ്ടിയിരിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, വലൗ ശാഅ റബ്ബുക ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീഅ. അല്ലാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ എല്ലാവരെയും ഒന്നാകെ ഭൂമിയിലുള്ള എല്ലാവരെയും അവൻ വിശ്വാസികളാക്കുമായിരുന്നു. അഫ അൻത തുക്രിഹുൻ നാസ ഹത്താ യകൂനു മുഅ്മിനീൻ. എന്നിരിക്കെ നീ അവരെ നിർബന്ധിച്ച് വിശ്വാസികളാക്കുകയോ എന്ന 10-ാം അധ്യായത്തിലെ 99-ാം വചനത്തിലൂടെയും നിന്നെ നാം ജനങ്ങളിലേക്ക് ഒരു ദൂതനായി നിയോഗിച്ചിരിക്കുന്നു, അതിന് അല്ലാഹു സാക്ഷി മതി. അതുകൊണ്ട് ആര് അല്ലാഹുവിന്റെ പ്രവാചകനെ ദൂതനെ അനുസരിക്കുന്നുവോ അവർ അല്ലാഹുവിനെ അനുസരിച്ചിരിക്കുന്നു. ആർ പിന്തിരിഞ്ഞു പോകുന്നുവോ അവരുടെ മേൽ കാവൽക്കാരനായി നിന്നെ നാം നിയോഗിച്ചിട്ടില്ലെന്ന 4-ാം അധ്യായത്തിലെ 79-ഉം 80-ഉം വചനങ്ങളിലൂടെയും. ഇനി അവർ പിന്തിരിഞ്ഞു കളഞ്ഞാൽ നിന്റെ ബാധ്യത വ്യക്തമായ പ്രബോധനം മാത്രമാകുന്നുവെന്ന 16-ാം അധ്യായത്തിലെ 82-ാം വചനത്തിലൂടെയും പ്രവാചകർ പറഞ്ഞു, ഞങ്ങളുടെ രക്ഷിതാവിനറിയാം ഞങ്ങൾ ജനങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടവരാണെന്ന്. അപ്പോൾ പ്രവാചകന്മാരുടെ മേൽ അടിച്ചേൽപ്പിക്കാതിരുന്നൊരു ബാധ്യത എങ്ങനെയാണ് സാധാരണ ആളുകളുടെ മേൽ അല്ലാഹു അടിച്ചേൽപ്പിക്കുക? അതുകൊണ്ട് തന്നെയാണ് ലാ ഇക്റാഹ ഫിദ്ദീനി ഖദ് ബയ്യന റുശ്ദു മിനൽ ഗായി, മതകാര്യത്തിൽ ബലാത്കാരമില്ല, ശരിയും തെറ്റും വേർതിരിഞ്ഞു നിൽക്കുന്നുവെന്ന് 2-ാം അധ്യായത്തിൽ 256-ാം വചനത്തിലൂടെയും ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ഷാകിറൻ വ ഇമ്മാ കഫൂറ, നാം നിങ്ങൾക്ക് 2 പാതകൾ കാണിച്ചു തന്നിട്ടുണ്ട്, ഒന്നുകിൽ നിങ്ങൾക്ക് നന്ദിയുള്ളവരാകാം അല്ലെങ്കിൽ നന്ദി കെട്ടവരാകാമെന്ന 76-ാം അധ്യായത്തിലെ 3-ാം വചനത്തിലൂടെയുമെല്ലാം പൂർണ്ണമായ മതസ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് ഖുർആൻ ഉണർത്തുന്നത്. 16-ാം അധ്യായത്തിലെ 125-ാം വചനത്തിൽ എങ്ങനെയാണ് ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിക്കേണ്ടതെന്ന് അല്ലാഹു പറയുന്നുണ്ട്. ഉദു ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇലത്തിൽ ഹസനതി വജാദിൽഹും ബില്ലതി ഹിയ ഹസൻ, നിന്റെ നാഥനിലേക്ക് നീ ക്ഷണിക്കുക വിജ്ഞാനത്തിലൂടെ, എന്നിട്ട് ഏറ്റവും നല്ല രീതിയിൽ അവരുമായി സംവാദങ്ങളിൽ ഏർപ്പെടുക. നിങ്ങളിൽ ആരെങ്കിലും വീടുകളിലേക്ക് ഭക്ഷണത്തിന് ആരെയെങ്കിലും ക്ഷണിച്ചാൽ നിങ്ങൾ പറയുമോ ക്ഷണം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ മുട്ടുതല്ലി ഓടിക്കുമെന്ന്? ആരും പറയില്ല. അപ്പോൾ ക്ഷണിക്കുക എന്ന് വെച്ചാൽ ഈ വിശ്വാസം സ്വീകരിക്കാനും തിരസ്കരിക്കാനുമുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്. എങ്ങനെയാണ് ക്ഷണിക്കേണ്ടത്? പെണ്ണും പണവും പൊന്നും നൽകിയിട്ടല്ല, ഭീഷണിപ്പെടുത്തിയിട്ടല്ല, തോക്ക് ചൂണ്ടിയിട്ടല്ല, മറിച്ച് ഇസ്ലാം എന്ത് എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം വിജ്ഞാനത്തിലൂടെ. മാത്രമല്ല, എന്തുകൊണ്ട് അവർ അവരുടെ വിശ്വാസം ഉപേക്ഷിച്ച് ഇസ്ലാം സ്വീകരിക്കണമെന്ന് താരതമ്യ പഠനത്തിലൂടെ സംവാദങ്ങളിൽ ഏർപ്പെടണം. സ്വാഭാവികമായിട്ട് സംവാദങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഇസ്ലാമിനെ വിമർശിക്കും, ചോദ്യങ്ങൾ ചോദിക്കും. അങ്ങനെ സ്വീകരിക്കാനും തിരസ്കരിക്കാനുമുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് ഇസ്ലാം നൽകുന്നു. ഇതിനേക്കാൾ മനോഹരമായിട്ട് എങ്ങനെയാണ് ഒരു മതസ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചൊരു നിയമത്തിനോ മതഗ്രന്ഥത്തിനോ ഉണർത്തുവാൻ കഴിയുന്നത്? ഇസ്ലാമല്ലാതെ മറ്റൊരു മതവും ഈ ലോകത്ത് നിലനിൽക്കാൻ പാടില്ല എന്നൊരു സ്ഥിതിവിശേഷം സംജാതമാക്കുവാനുള്ള ബാധ്യത മുസ്ലിങ്ങളുടെ മേൽ അല്ലാഹു അടിച്ചേൽപ്പിച്ചിരുന്നെങ്കിൽ ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം എന്ന് പറയുവാൻ 109-ാം അധ്യായത്തിലെ 6-ാം വചനത്തിലൂടെ അല്ലാഹു കൽപ്പിക്കുമായിരുന്നില്ല.
അള്ളാഹുവിനെ ആരാധിക്കുന്നവരല്ലാതെ മറ്റുള്ളവരെ ആരാധിക്കുന്ന ഒരു മനുഷ്യൻ പോലും ഭൂമിയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന ഉത്തരവാദിത്വം മുസ്ലിങ്ങളുടെ മേൽ അള്ളാഹു അടിച്ചേൽപ്പിച്ചിരുന്നെങ്കിൽ വലാ തസുബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ അവർ ആരാധിക്കുന്ന വസ്തുക്കളെ അപമാനിക്കുകയോ അവഹേളിക്കുകയോ അരുതെന്ന 6-ാം അധ്യായത്തിലെ 108-ാം വചനത്തിലൂടെ അള്ളാഹു കൽപ്പിക്കുമായിരുന്നില്ല. അള്ളാഹുവിനെ മുസ്ലിങ്ങളുടെ മേൽ ചുമത്തിയിരുന്നുവെങ്കിൽ വലൗലാ ദഫ്ഉല്ലാഹി നാസ് ബഅദഹും ബിബഅദിൻ ലഹുദ്ദിമത് സ്വവാമിഉ വബിയം വസ്വലവാത് വമസാജിദ് യുദ്കറു ഫീഹി ഇസ്മുല്ലാഹി കസീറ, അള്ളാഹു ചിലരെ കൊണ്ട് തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ ക്രൈസ്തവ ദേവാലയങ്ങളും യഹൂദരുടെ സിനഗോഗുകളും സന്യാസ മഠങ്ങളും അള്ളാഹുവിൻ്റെ നാമം സ്തുതിക്കപ്പെടുന്ന മസ്ജിദുകളും തകർക്കപ്പെടുമായിരുന്നുവെന്ന് 22-ാം അധ്യായത്തിലെ 40-ാം വചനത്തിലൂടെ അള്ളാഹു ഒരിക്കലും ഉണർത്തുമായിരുന്നില്ല. ഇങ്ങനെയുള്ള നിർബന്ധപരമായൊരു മതകൽപ്പന മുസ്ലിങ്ങളുടെ മേൽ അള്ളാഹു അടിച്ചേൽപ്പിച്ചിരുന്നെങ്കിൽ കേരളം ഉൾപ്പെടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് ആളുകൾ ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുമായിരുന്നില്ല. സൗദി അറേബ്യയിൽ പോലും ഒരു മുസ്ലിമിനെ നിർബന്ധമായിട്ട് ഇസ്ലാമിക വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നതായിട്ട് നാം കേട്ടിട്ടില്ല. എന്നാൽ ഒരു വ്യക്തിയുടെ പ്രവർത്തനം, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഒരു വ്യക്തിയിൽ മാത്രം പരിമിതപ്പെടാതെ അത് തൻ്റെ കുടുംബത്തിലേക്കും ലഹരി മരുന്നുകളുടെ ഉപയോഗം അതൊരു വ്യക്തിയിൽ പരിമിതമല്ല, സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെയാണ് ലക്കാനിരിക്കുന്ന സന്താനങ്ങളിലേക്കും അയാൾ ബന്ധപ്പെടുന്ന സ്ത്രീകളിലേക്കും ആ സ്ത്രീകൾ ബന്ധപ്പെടുന്ന പുരുഷന്മാരിലേക്കും ആ പുരുഷന്മാർ ബന്ധപ്പെടുന്ന സ്ത്രീകളിലേക്കും അങ്ങനെ സമൂഹത്തിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടും കുടുംബ തകർച്ചകൾ സംഭവിക്കുന്നത് കൊണ്ടുമാണ് ഒട്ടുമിക്ക രാജ്യങ്ങളും വ്യഭിചാരം നിയമം കൊണ്ട് തടഞ്ഞിട്ടുള്ളത്. ഒരു മുസ്ലിമിനെ നിഷിദ്ധമാക്കിയത് ഒരു അമുസ്ലിമിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല. ഉദാഹരണത്തിന് പന്നിമാംസം ഭക്ഷിക്കുന്നത്, ഒരു അമുസ്ലിം പന്നിമാംസം ഭക്ഷിച്ചതിൻ്റെ പേരിൽ അയാളെ തടവിലാക്കുവാനോ വധിക്കുവാനോ ഒരു മുസ്ലിമിനും അധികാരമില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു മുസ്ലിം പന്നിമാംസം ഭക്ഷിച്ചതിന് ഒരു അമുസ്ലിമിനെ വധിച്ചിട്ടുണ്ടെങ്കിൽ, മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ, തടവിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ മുസ്ലിം പേരുള്ള വ്യക്തിയെ മതഭ്രാന്തനെന്നും തീവ്രവാദിയെന്നും ഭീകരവാദിയെന്നും പ്രഖ്യാപിക്കാൻ മുസ്ലിങ്ങൾക്ക് യാതൊരു മടിയുമില്ല. എന്നാൽ ഹരിയാനയിൽ ബീഫ് കൈവശം വെച്ചതിൻ്റെ പേരിൽ നിരപരാധിയായ ഒരു ഗൃഹനാഥനെ തല്ലിക്കൊന്നവരെ, ട്രക്കിൽ ബീഫ് കൊണ്ടുപോയി എന്ന പേര് പറഞ്ഞുകൊണ്ട് യുവാവായ ഒരു മനുഷ്യനെ തല്ലിക്കൊന്നവരെ ഭീകരവാദികളെന്നും തീവ്രവാദികളെന്നും മതഭ്രാന്തന്മാരെന്നും വിളിക്കാൻ തയ്യാറാകാത്ത ഏത് പ്രസ്ഥാനങ്ങളുണ്ടെങ്കിലും വ്യക്തികളുണ്ടെങ്കിലും അവരെയും ഭീകരവാദികളെ പിന്തുണക്കുന്നവരെന്നും തീവ്രവാദികളെ പിന്തുണക്കുന്നവരെന്നും മതഭ്രാന്തന്മാരെ പിന്തുണക്കുന്നവരെന്നും നമുക്ക് പ്രഖ്യാപിക്കേണ്ടി വരും. എന്ത് മറുപടിയാണ് അവർക്ക് നൽകുവാൻ കഴിയുന്നത്? ഭൂരിപക്ഷ സമുദായത്തിൻ്റെ കരങ്ങളിൽ അധികാരം വരുമ്പോൾ ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുന്ന പ്രവണത ലോകത്തെവിടെയുമുണ്ട്. സമകാലിക ഭാരതത്തിൽ ന്യൂനപക്ഷങ്ങൾ ഇത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ 1400 വർഷങ്ങൾക്ക് മുൻപ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയ 1-2 മുന്നറിയിപ്പുകൾ പറയട്ടെ. ഒരു ഇസ്ലാമിക ഭരണത്തിൻ്റെ കീഴിൽ ജീവിക്കുന്ന ഒരു അമുസ്ലിമിനെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ എന്നെ അവൻ ഉപദ്രവിച്ചിരിക്കുന്നു, എന്നെ ഉപദ്രവിച്ചവൻ അള്ളാഹുവിനെ ഉപദ്രവിച്ചിരിക്കുന്നുവെന്നും ഒരു ഇസ്ലാമിക ഭരണത്തിൻ്റെ കീഴിൽ ജീവിക്കുന്ന ഒരു അമുസ്ലിമിനെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ എന്നെ അവൻ കോപിപ്പിച്ചിരിക്കുന്നുവെന്നും പരലോക ശിക്ഷയെ ഭയപ്പെടുക എന്നും ഒരു ഇസ്ലാമിക ഭരണത്തിൻ്റെ കീഴിൽ ജീവിക്കുന്ന ഒരു അമുസ്ലിമിനെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അവനെതിരെ ഞാൻ പരാതിക്കാരനായിരിക്കുമെന്നെല്ലാമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളുടെ പ്രാധാന്യവും പ്രസക്തിയും എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും മാറുകയില്ല. ഇനി യുദ്ധങ്ങളെ സംബന്ധിച്ച് പറയാം. യുദ്ധങ്ങൾ എപ്പോഴാണ് നടത്തേണ്ടതെന്നും എങ്ങനെയാണ് നടത്തേണ്ടതെന്നും ആർക്കെതിരാണ് നടത്തേണ്ടതെന്നും ഏത് സാഹചര്യങ്ങളിലാണ് നടത്തേണ്ടതെന്നെല്ലാമുള്ള പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിൽ തീവ്രവാദത്തെയും ഭീകരവാദത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആനെങ്കിൽ രാമായണത്തിൻ്റെയും മഹാഭാരതത്തിൻ്റെയും ഭഗവത്ഗീതയുടെയും തോറയുടെയും ബൈബിളിൻ്റെയും അവസ്ഥകളോ ഏകദൈവ വിശ്വാസത്തെയും പരലോക വിശ്വാസത്തെയും ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട സൽക്കർമ്മങ്ങളെയും വർജിക്കേണ്ട തിന്മകളെയും നമസ്കാരത്തിൻ്റെയും ദാനധർമ്മങ്ങളുടെയും പ്രാധാന്യത്തെയും ക്ഷമിക്കേണ്ടതിൻ്റെയും കോപമടക്കേണ്ടതിൻ്റെയും പ്രസക്തിയെയും അനാഥകളെയും അഗതികളെയും വഴിയാത്രക്കാരെയും വിധവകളെയും രോഗികളെയും സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെയും എല്ലാം സംബന്ധിച്ചാണ് വിശുദ്ധ ഖുർആനിലെ 99% വചനങ്ങളും. യുദ്ധങ്ങളെ സംബന്ധിച്ചുള്ള വചനങ്ങൾ 1% താഴെ മാത്രമേയുള്ളൂ. ഈ 1% വചനങ്ങൾ മാറ്റി നിർത്തിയാലും ഖുർആന്റെ ആശയങ്ങൾക്കോ ഉത്ബോധനങ്ങൾക്കോ തത്വങ്ങൾക്കോ കൽപ്പനകൾക്കോ ഒരു പോറൽ പോലും ഏൽക്കില്ല.
എന്നാൽ യുദ്ധങ്ങളെ സംബന്ധിച്ചുള്ള പരാമർശങ്ങളും സംഭാഷണങ്ങളും കഥകളും എല്ലാം മാറ്റി നിർത്തി നിങ്ങൾക്ക് രാമായണത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുമോ? മഹാഭാരതത്തെക്കുറിച്ച് ആലോചിക്കാൻ കഴിയുമോ? സ്വന്തം ഗുരുക്കന്മാർക്കും ബന്ധുക്കൾക്കും കൂടപ്പിറപ്പിനുമെതിരെ വാളെടുക്കാൻ മടിച്ചു നിന്ന് തളർന്നിരുന്ന അർജുനനോട് ശ്രീകൃഷ്ണൻ വാളെടുക്കാൻ കൽപ്പിക്കുന്നതല്ലേ ഭഗവത്ഗീതയുടെ പശ്ചാത്തലം തന്നെ? ബൈബിളിലെയും ഖുർആനിലെയും യുദ്ധങ്ങളെ സംബന്ധിച്ച പരാമർശങ്ങൾ താരതമ്യ പഠനത്തിന് വിധേയമാക്കിയിട്ട് ഇത്തരത്തിലുള്ള ഒരു പഠനത്തിന് ശേഷം ചരിത്രകാരനായ ഫിലിപ്സ് ജെങ്കിൻസ് പറയുന്നുണ്ട്, ഖുർആനെ അപേക്ഷിച്ച് ബൈബിളിൽ എത്രയോ അധികമാണ് യുദ്ധങ്ങളെ സംബന്ധിച്ചുള്ള പരാമർശങ്ങളെന്ന്. അപ്പോൾ യുദ്ധങ്ങളെ സംബന്ധിച്ചുള്ള പരാമർശങ്ങളെ അടിസ്ഥാനത്തിൽ വിശുദ്ധ ഖുർആൻ തീവ്രവാദത്തെയും ഭീകരതയെയും പ്രോത്സാഹിപ്പിക്കുന്ന വേദഗ്രന്ഥമാണ് എങ്കിൽ ഈ വിശേഷണം കൂടുതൽ അർഹിക്കുന്നത് ബൈബിളിനാണ്, തോറക്കാണ്, രാമായണത്തിനാണ്, മഹാഭാരതത്തിനാണ്, ഭഗവത്ഗീതക്കാണ്. അതും ഫിലിപ്സ് ജെങ്കിൻസ് പറയുന്നത് ഇസ്ലാം അനുവദിച്ചിട്ടുള്ള യുദ്ധങ്ങൾ പ്രതിരോധത്തിന് മാത്രമാണ്. എന്നാൽ ബൈബിളിൽ ബ്ലഡി വാസ്, രക്തപങ്കിലമായ യുദ്ധങ്ങളെ സംബന്ധിച്ചാണ് പരാമർശിക്കുന്നത് എന്ന്. ഇനി ആയുധങ്ങളില്ലാത്ത, മിസൈലുകളില്ലാത്ത, ബോംബുകളില്ലാത്ത ഏതെങ്കിലും രാജ്യമുണ്ടോ? ബില്യൺ കണക്കിന് ഡോളറുകളല്ലേ ഈ രാജ്യങ്ങൾ സൈന്യത്തിന് വേണ്ടിയും ആയുധങ്ങൾക്ക് വേണ്ടിയും ഓരോ വർഷവും ചെലവഴിക്കുന്നത്? അതുപോലെ തന്നെ സൈനികരെ സംബന്ധിച്ചും യുദ്ധങ്ങളെ സംബന്ധിച്ചുള്ള നിയമാവലികളില്ലേ? അപ്പോൾ യുദ്ധങ്ങളെ സംബന്ധിച്ചുള്ള പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിൽ തീവ്രവാദത്തെയും ഭീകരതയും പ്രോത്സാഹിപ്പിക്കുന്ന വേദഗ്രന്ഥമാണ് ഖുർആനെങ്കിൽ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളെയും ഭീകര രാജ്യങ്ങളായിട്ടും രാഷ്ട്രങ്ങളായിട്ടും തീവ്രവാദ രാഷ്ട്രങ്ങളായിട്ടും പ്രഖ്യാപിക്കേണ്ടതല്ലേ? ഇതിൽ നിന്നും നാം എന്ത് മനസ്സിലാക്കി? ഏത് സാഹചര്യങ്ങളിലാണ് യുദ്ധങ്ങളെ സംബന്ധിച്ചുള്ള പരാമർശങ്ങളെന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രമാണ് ഒരു നിഗമനത്തിലെത്താൻ കഴിയുകയുള്ളൂ. ആക്രമിക്കാനായിട്ട് യുദ്ധം ചെയ്യുന്നതും അക്രമം തടയാനായിട്ട് യുദ്ധം ചെയ്യുന്നതും ആക്രമിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നതും പ്രതിരോധിക്കാനായിട്ട് അനുവദിക്കുന്നതും മർദ്ദിക്കാനായിട്ട് കൈ ഉയർത്തുന്നതും മർദ്ദനം തടയാനായിട്ട് കൈ ഉയർത്തുന്നതും തൻ്റെ വിശ്വാസം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാനായിട്ട് ശക്തി പ്രയോഗിക്കുന്നതും സ്വന്തം വിശ്വാസത്തിന് അനുസൃതമായി ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി പോരാടുന്നതും മറ്റുള്ള രാജ്യങ്ങളുടെ വിഭവങ്ങൾ കവർന്നെടുക്കാനായിട്ട് യുദ്ധം ചെയ്യുന്നതും സ്വന്തം രാജ്യത്തിൻ്റെ മോചനത്തിനായി പോരാടുന്നതും ഒന്നല്ല. ഒന്ന് നന്മയാകുമ്പോൾ മറ്റേത് തിന്മയാണ്, ഒന്ന് ധർമ്മമാകുമ്പോൾ മറ്റേത് അധർമ്മമാണ്, ഒന്ന് ശരിയാകുമ്പോൾ മറ്റേത് തെറ്റുമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ദുലിമു വഇന്നല്ലാഹ ലനസ്റുഹിം ലഖദീർ അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഇൻ ഇല്ലാ യഖൂലു റബ്ബുനല്ലാഹ്. അവർ യുദ്ധത്തിനിരകളായതുകൊണ്ടും മർദ്ദിതരായതുകൊണ്ടും പ്രതിരോധിക്കാൻ അവർക്ക് അല്ലാഹു അനുവാദം നൽകിയിരിക്കുന്നു. തീർച്ചയായും അല്ലാഹു അവരെ സഹായിക്കാൻ കെൽപ്പുള്ളവൻ തന്നെയാകുന്നു. ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പറഞ്ഞൊറ്റ കാരണത്താൽ ഭവനങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ടവരാണ്. ഈ വചനങ്ങൾ ഉണർത്തുന്നത് മറ്റുള്ളവരുടെ മേൽ വിശ്വാസം അടിച്ചേൽപ്പിക്കാനോ മറ്റു രാജ്യങ്ങളുടെ വിഭവങ്ങൾ കവർന്നെടുക്കാനോ മുസ്ലിങ്ങൾക്ക് അല്ലാഹു അനുവാദം നൽകിയിട്ടില്ല. മറിച്ച് തങ്ങളുടെ വിശ്വാസത്തിന് അനുസൃതമായി ജീവിക്കാൻ ആരെയും അനുവദിക്കാതിരിക്കുന്ന ഒരു ഘട്ടം വന്നാൽ ആ തൻ്റെ സമ്പത്തും ഭവനങ്ങളും സംരക്ഷിക്കാനായിട്ടും വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ട സാഹചര്യങ്ങളിലും യുദ്ധം ചെയ്യാൻ മാത്രമാണ് അല്ലാഹു അനുവദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 60-ാം അധ്യായത്തിൽ 8-ാം വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരിക്കും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. മതകാര്യത്തിൽ നിങ്ങളുമായി യുദ്ധം ചെയ്യാത്തവരോടും വീടുകളിൽ നിന്ന് നിങ്ങൾ പുറത്താക്കാത്തവരോടും നിങ്ങൾ അവർക്ക് നന്മ ചെയ്യുന്നതും അവരോട് നീതിയുക്തമായി പെരുമാറുന്നതും അല്ലാഹു വിലക്കുന്നില്ല. നീതി ചെയ്യുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. അതായത് തീവ്രവാദികളല്ലാത്ത, ഭീകരവാദികളല്ലാത്ത, മതഭ്രാന്തന്മാരല്ലാത്ത എല്ലാ അമുസ്ലിങ്ങൾക്കും നന്മ ചെയ്യണമെന്നും അവരോട് നീതി ചെയ്യണമെന്നും അത് ചെയ്യുന്നത് അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്നതാണ് ഈ വചനങ്ങൾ ഉണർത്തുന്നത്. തുടർന്ന് അടുത്ത വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ഇന്നമാ യൻഹാകുമുല്ലാഹു അനില്ലദീന ഖാതലൂകും ഫിദ്ദീനി വഅഖ്റജൂകും മിൻ ദിയാരിക്കും വല്ലാഹു അലാ ഇഖ്റാജിക്കും അൻ തവല്ലഹും വമ യതവല്ലഹും ഫഉലൈഹിമുൽ ളാലിമൂൻ. എന്നാൽ മതകാര്യത്തിൽ നിങ്ങളുമായി യുദ്ധം ചെയ്യുകയും നിങ്ങളെ ഭവനങ്ങളിൽ നിന്ന് പുറത്താക്കുകയും പുറത്താക്കുന്നതിൽ പരസ്പരം സഹകരിക്കുകയും ചെയ്യുന്നവരുമായുള്ള മൈത്രി ബന്ധം പുലർത്തുന്നതിനെയാണ് അല്ലാഹു വിലക്കിയിരിക്കുന്നത്.
അങ്ങനെ മൈത്രി ബന്ധം പുലർത്തുന്നവർ അക്രമകാരികളാണ്. അതായത് ഭീകരവാദികളുമായി, തീവ്രവാദികളുമായി, മതഭ്രാന്തന്മാരുമായിട്ട് നിങ്ങൾക്ക് സൗഹൃദം പാടില്ല. ഇതിലെന്താണ് തെറ്റ്? അമേരിക്കയിലെ ക്രിസ്ത്യാനികളോട് പറയുന്നു, നിങ്ങൾ ഇനി ഒരിക്കലും യേശുവിനെ ആരാധിക്കരുത്, ആരാധിച്ചാൽ നിങ്ങളെ മർദ്ദിക്കും, വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെടുമെന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും? അവർ പ്രതിരോധിക്കും. ഇതിലെന്താണ് തെറ്റ്? ഈ തെറ്റ് മാത്രമേ, തെറ്റല്ല, ഈ ഒരു അവകാശം മാത്രമാണ് ഖുർആൻ നൽകിയിട്ടുള്ളത്. 2-ാം അധ്യായത്തിലെ 190-ാം വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്തവരോട് നിങ്ങൾ യുദ്ധം ചെയ്യുക. എന്നിട്ടുള്ള വചനങ്ങൾ വളരെ പ്രസക്തമാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യുക. മാർഗമെന്ന വാക്കിന് വളരെയേറെ പ്രസക്തിയുണ്ട്, പ്രാധാന്യമുണ്ട്. അതിനുശേഷം പറയുന്നു, നിങ്ങൾ അതിക്രമം പ്രവർത്തിക്കരുത്, അതിക്രമകാരികളെ നിങ്ങൾ അള്ളാഹുവിന് ഇഷ്ടമല്ല. അതിനുശേഷം 1-2 വചനങ്ങൾ കഴിഞ്ഞ് പറയുന്നു, അവർ അക്രമം നിർത്തിയാൽ നിങ്ങളും നിർത്തണം. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, സമാധാനത്തിൻ്റെ കാലഘട്ടത്തിൽ ആർക്കും വേണമെങ്കിലും ആരോടും സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും നന്മയോടും കാരുണ്യത്തോടും പെരുമാറാം. എന്നാൽ യുദ്ധവേളയിൽ പോലും കാരുണ്യത്തിൻ്റെയും നന്മയുടെയും ധർമ്മത്തിൻ്റെയും പാത ഉപേക്ഷിക്കരുതെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത്, വൃദ്ധരെയും സ്ത്രീകളെയും കുട്ടികളെയും വധിക്കരുതെന്നും, ഈന്തപ്പനത്തടികൾ മുറിക്കരുതെന്നും, വൃക്ഷങ്ങൾ മുറിക്കരുതെന്നും, കൃഷിയിടങ്ങൾ അഗ്നിക്കിരയാക്കരുതെന്നും, ആരാധനയിൽ മുഴുകിയിരിക്കുന്നവരെ അവരുടെ ആരാധനയിൽ തുടരാൻ അനുവദിക്കുക. ഈ സമകാലിക ലോകത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വചനങ്ങളുടെ പ്രാധാന്യം നിങ്ങളൊന്ന് ചിന്തിക്കുക. ഇസ്രായേൽ സൈന്യം ആയിരക്കണക്കിന് പൈതങ്ങളെയും സ്ത്രീകളെയും കുട്ടികളെയും എല്ലാം കൊന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 2000-ൽ കൂടുതൽ പൈതങ്ങളെയാണ് ഇസ്രായേലി സൈന്യം കശാപ്പ് ചെയ്തിട്ടുള്ളത്. അതുപോലെ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഞാനിപ്പോഴും ആലോചിക്കുന്നു, ഒരു കൊച്ചുകുട്ടി ഒരു ഇസ്രായേൽ ഭടനെതിരെ കല്ലെറിഞ്ഞതിൻ്റെ പേരിൽ മെഷീൻ ഗണ്ണുമായിട്ട് ആ കുട്ടിയെ ഓടിച്ചിടുന്നു. ആ കൊച്ചുകുട്ടി ഭയന്ന് വിറച്ച് പിതാവിൻ്റെ പുറകിൽ ഒളിച്ചിരിക്കുന്നു. അവിടെ ചെന്ന് ആ പിതാവിനെ തട്ടിമാറ്റി കുട്ടിയെ വലിച്ചു മാറ്റി വിരുമാറിലേക്ക് വെടിയുണ്ട് പായിക്കുകയാണ് അയാൾ ചെയ്തത്. ഈ അടുത്ത കാലത്തല്ലേ നാം വീഡിയോയിലെല്ലാം കണ്ടത്, ഒരു കൊച്ചുകുട്ടിയുടെ നേർക്ക് വെടിയുണ്ട് ഇസ്രായേലുകാർ, ഒരു പടയാളി വെടിവെക്കുന്നു. ഭയമില്ലാതെ മരിക്കുന്നതിന് മുൻപും ആ പടയാളിയുടെ മുഖത്തേക്ക് തറച്ചു നോക്കിക്കൊണ്ട് നിലത്ത് വീണ് മരിക്കുന്ന കുട്ടിയുടെ ചിത്രം. 17 വയസ്സുള്ളൊരു പെൺകുട്ടിയെയല്ലേ ഈ അടുത്ത കാലത്ത് അവർ വധിച്ചത്. അതുപോലെ അമേരിക്കയും സഖ്യകക്ഷികളും എല്ലാം അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും സിറിയയിലുമെല്ലാം നിരന്തരം നിരപരാധികളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയല്ലേ. പാരീസിൽ അക്രമമുണ്ടായി, 126 പേർ മരിച്ചു. നമുക്ക് വേദനയുണ്ട്. 2-ാം ലോകമഹായുദ്ധത്തിന് ശേഷം ആദ്യമായി നടക്കുന്ന സംഭവം. എന്നാൽ കഴിഞ്ഞ 15 വർഷമായി ഓരോ ദിവസവും ഇതിനേക്കാൾ എത്രയോ അധികം ആളുകളെയാണ് അമേരിക്കയും സഖ്യകക്ഷികളും ദിവസേന കൊന്നുകൊണ്ടിരിക്കുന്നത്. നാം മനസ്സിലാക്കണം. എന്നാൽ 1400 വർഷങ്ങൾക്ക് മുൻപ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി, സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധരെയും വധിക്കരുത്. എന്തടിസ്ഥാനത്തിൽ? നിരപരാധികളെ കൊല്ലരുത് എന്ന് പ്രവാചകൻ വ്യക്തമായിട്ട് പറയുന്നു. ഈ ആധുനിക യുദ്ധങ്ങൾ എന്ന് പറയുന്നത് കൊളാട്രൽ ഡാമേജിൻ്റെ കാലഘട്ടമാണ്. ഇസ്രായേൽ സൈന്യം ചെയ്യുന്നത് കണ്ടിട്ടില്ലേ നിങ്ങൾ? പലസ്തീൻ ഭവനങ്ങൾ തകർക്കുക, ആശുപത്രികൾ തകർക്കുക, സ്കൂളുകൾ തകർക്കുക, ഊർജ്ജ കേന്ദ്രങ്ങൾ തകർക്കുക, വ്യവസായങ്ങൾ തകർക്കുക, കൃഷിയിടങ്ങൾ നശിപ്പിക്കുക. എന്തുകൊണ്ടാണ് അവർ ഇത് ചെയ്യുന്നത്? മരിച്ചവരെക്കാൾ കൂടുതൽ ജീവിച്ചിരിക്കുന്നവരെ കൊല്ലണം. അവർക്ക് നരകതുല്യമായൊരവസ്ഥയിലേക്ക് തള്ളിവിടണം. ഇത് തന്നെയാണ് അമേരിക്കയും സഖ്യകക്ഷികളും അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും സിറിയയിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ 1400 വർഷങ്ങൾക്ക് മുൻപ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത് എന്താണ്? കൃഷിയിടങ്ങൾ നശിപ്പിക്കരുത്, ഈന്തപ്പനത്തടികൾ മുറിക്കരുത്, വൃക്ഷങ്ങൾ മുറിക്കരുത്. എന്തുകൊണ്ട്? ജീവിച്ചിരിക്കുന്നവരെ ഉപദ്രവിക്കരുത്. നിങ്ങൾ അവരുടെ ജീവിതങ്ങൾ നിങ്ങൾ നരകതുല്യമാക്കരുത്. ഇനി എത്രയോ മസ്ജിദുകളാണ് ഇസ്രായേലും അമേരിക്കയുമെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും നശിപ്പിച്ചിട്ടുള്ളതും. പ്രവാചകൻ പറഞ്ഞത്, ആരാധനയിൽ മുഴുകിയിരിക്കുന്നവരെ അവരുടെ ആരാധനയിൽ തുടരാൻ അനുവദിക്കുക. എന്ത് മനോഹരമായ വാക്കുകൾ! ഈ മനുഷ്യൻ്റെ നേർക്ക് വിരൽ ചൂണ്ടിയിട്ടാണ് തീവ്രവാദിയെന്നും ഭീകരവാദിയെന്നും പറയാൻ ഇവർക്കൊന്നും ലജ്ജയില്ലേ? ഞാൻ പഠിച്ച് വായിച്ച ഖുർആനിൽ എവിടെയും നിരപരാധികളെ വധിക്കാനുള്ള കൽപ്പനകൾ ഞാൻ വായിച്ചിട്ടില്ല. ഞാൻ വായിച്ചെടുത്ത് കണ്ടേക്കുന്നത്, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകന്നമാ ഖതലൻ നാസ ജമിയ വമൻ അഹ്യാഹാ ഫകന്നമാ അഹ്യൻ നാസ ജമിയ. ഭൂമിയിൽ അതിക്രമം പ്രവർത്തിച്ചതിൻ്റെ പേരിലോ ഒരു നിരപരാധിയെ വധിച്ചതിൻ്റെ പേരിലോ അല്ലാതെ ഒരു ജീവൻ എടുക്കുന്നത് മൊത്തം മനുഷ്യ സമൂഹത്തെ വധിക്കുന്നതിന് തുല്യമാണെന്നും ഒരു ജീവൻ രക്ഷിക്കുന്നത് മൊത്തം മനുഷ്യ സമൂഹത്തെ രക്ഷിക്കുന്നതിന് തുല്യമാണെന്ന 5-ാം അധ്യായത്തിലെ 32-ാം വചനമാണ് ഞാൻ വായിച്ചിട്ടുള്ളത്.
ഞാൻ വായിച്ച ഖുർആനിൽ എവിടെയെങ്കിലും അരയിൽ സ്ഫോടക വസ്തുക്കൾ കെട്ടി സ്വയം ചാവേറുകളായി സഹജീവികളെ കൊന്നെടുക്കുവാനുള്ള കൽപ്പനകൾ ഞാൻ വായിച്ചിട്ടില്ല. ഞാൻ വായിച്ച ഖുർആനിൽ കണ്ടിട്ടുള്ളത് വലാ തഖ്തുലൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ വധിക്കരുതെന്ന 4-ാം അധ്യായത്തിൽ 29-ാം വചനമാണ്. ഈ കൽപ്പനകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഐസിസും അൽ ഖായിദയും ബോക്കോ ഹറാമും ഇങ്ങനെയുള്ള ഓരോ പ്രസ്ഥാനത്തെയും ഓരോ മുസ്ലിം പേരുള്ളവരെയും ഭീകരവാദികളെന്നും തീവ്രവാദികളെന്നും മതഭ്രാന്തന്മാരെന്നും വിളിക്കാൻ മുസ്ലിങ്ങൾക്ക് യാതൊരു മടിയുമില്ല. ഭാരതത്തിൽ നടന്ന വർഗീയ കലാപങ്ങളിൽ സ്വന്തം ജീവൻ രക്ഷിക്കാനുള്ള അനിവാര്യ സാഹചര്യങ്ങളിലല്ലാതെ ഏതെങ്കിലും ഒരു മുസ്ലിം പേരുള്ളയാൾ ഒരു ഹിന്ദുവിനെ വധിച്ചിട്ടുണ്ടെങ്കിൽ ആ മുസ്ലിം പേരുള്ളയാളെ വർഗീയവാദിയെന്നും തീവ്രവാദിയെന്നും മതഭ്രാന്തനെന്നും വിളിക്കാൻ മുസ്ലിങ്ങൾക്ക് യാതൊരു മടിയുമില്ല. എന്നാൽ ഭാരതത്തിൽ നടന്ന ഒട്ടനവധി വർഗീയ കലാപങ്ങളിൽ ആയിരക്കണക്കിന് സിഖുകാരെയും മുസ്ലിങ്ങളെയും കൊന്നൊടുക്കിയ വർഗീയ ഫാസിസ്റ്റ് കേഡർമാരെ വർഗീയവാദികളെന്നും തീവ്രവാദികളെന്നും മതഭ്രാന്തന്മാരെന്നും വിളിക്കാൻ തയ്യാറല്ലാത്തവർ അവരുടെ മനസ്സും മനോഭാവവും വെളിപ്പെടുത്തുന്നത് നന്നായിരിക്കും. നൂറ്റാണ്ടുകളോളം ഭാരത ജനതയെ അടിമകളാക്കി വെച്ചിരുന്ന അവരുടെ സ്വാതന്ത്ര്യം ധ്വംസിച്ച് അവരുടെ അവകാശങ്ങൾ നിഷേധിച്ച സംസ്കാരം ചവിട്ടിമെതിച്ച മറ്റു സംസ്കാരം അവരുടെ മേൽ അടിച്ചേൽപ്പിച്ച ഒരവസ്ഥയിൽ പുഴുക്കളെപ്പോലെ ഭാരത ജനത ജീവിച്ചിരുന്ന കാലഘട്ടത്തിലാണ് അഹിംസയുടെ കാഹളവും മുഴക്കി ജനകോടികളെ സ്വാതന്ത്ര്യത്തിൻ്റെ പുലരിയിലേക്ക് നയിച്ച ഉന്നതനായ വ്യക്തി മഹാത്മാഗാന്ധി. ആ മനുഷ്യൻ ആരോടും വെറുപ്പില്ലായിരുന്നു. ആ മനുഷ്യൻ്റെ കയ്യിൽ തോക്കില്ലായിരുന്നു, ബോംബില്ലായിരുന്നു. വടികുത്തിയാണ് നടന്നത്. ഒന്ന് തള്ളിയാൽ വീണു പോകും. അതും പ്രാർത്ഥനയിലേക്ക് പോകുമ്പോൾ ആ പാവം മനുഷ്യൻ്റെ വിരുമാറിലേക്ക് തോക്ക് ചൂണ്ടാൻ എങ്ങനെയാ നീചനായ ഭീകരവാദിയായ മതഭ്രാന്തനായ നഥുറാം ഗോഡ്സെക്ക് സാധിച്ചു? എന്നിട്ട് ആ ക്രൂരനായ മനുഷ്യനെ തൂക്കിക്കൊന്ന ദിവസം രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നവർ മതഭ്രാന്തരല്ലെങ്കിൽ, ഫാഷിസ്റ്റുകളല്ലെങ്കിൽ, തീവ്രവാദികളല്ലെങ്കിൽ എന്ത് പേരിട്ടാണ് ഇവരെയെല്ലാം വിളിക്കേണ്ടത്? ഇക്കൂട്ടരും അതുപോലെ ലോകത്തിലുള്ള വലതുപക്ഷ തീവ്രവാദികളുമാണ് മുറവിളി കൂട്ടുന്നത്. എല്ലാ മുസ്ലിങ്ങളും ഭീകരവാദികളല്ലെങ്കിലും ഭീകരവാദികളെല്ലാവരും മുസ്ലിങ്ങളാണെന്ന് നാം ഒന്ന് മനസ്സിലാക്കുക. എൻ്റെ പ്രഭാഷണത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഞാൻ പറഞ്ഞു, മുസ്ലിം പേരില്ലാത്തവർ തന്നെയാണ് ലോക ചരിത്രത്തിൽ ഏറ്റവും അധികം ഭീകരപ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളതും നടത്തിക്കൊണ്ടിരിക്കുന്നതും എന്ന യാഥാർത്ഥ്യം ചരിത്ര വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ സാധിക്കുമെന്ന്. ഒരു 4-5 നൂറ്റാണ്ടുകളുടെ ചരിത്രം മാത്രം നിങ്ങളുടെ മുൻപിൽ പറയാം. യൂറോപ്പിൽ വ്യവസായ വിപ്ലവം ആരംഭിച്ച ശേഷം ഒട്ടനവധി വ്യവസായശാലകൾ നിലവിൽ വരികയും ഈ വ്യവസായശാലകൾക്ക് അസംസ്കൃത വസ്തുക്കൾ ലഭ്യമാക്കാനായിട്ട് ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ഇറ്റലിയും പോർച്ചുഗലും സ്പെയിനും ഡെൻമാർക്കുമെല്ലാം ഭാരതം ഉൾപ്പെടെ ഒട്ടേറെ രാജ്യങ്ങളെ ആക്രമിച്ച് കീഴടക്കി ഈ രാജ്യങ്ങളുടെ വിഭവങ്ങൾ കവർന്നെടുത്തു കൊണ്ടുപോയി. ഈ നീചമായ ലക്ഷ്യ സാക്ഷാത്കാരത്തിനു വേണ്ടി ഈ രാജ്യങ്ങളുടെ മേൽ യൂറോപ്യൻ രാജ്യങ്ങൾ അനേക യുദ്ധങ്ങളാണ് നടത്തിയത്. മാത്രമല്ല, ഈ രാജ്യങ്ങളെ കീഴ്പ്പെടുത്താനും ഈ രാജ്യങ്ങളുടെ വിഭവങ്ങൾ കവർന്നെടുക്കാനും യൂറോപ്യൻ രാജ്യങ്ങൾ പരസ്പരവും ഒട്ടനവധി യുദ്ധങ്ങൾ നടത്തി. നൂറ്റാണ്ടുകളോളം നീണ്ടുനിന്ന അനേക യുദ്ധങ്ങളിൽ അനേക ലക്ഷങ്ങൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടതും കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവിതങ്ങളാണ് ദുരന്തപൂർണമായതും. ഈ നീചമായ ചൂഷണവും ഭീകര പ്രവർത്തനങ്ങളും നടത്തിയ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ഭരിച്ച ഒരു ഭരണാധികാരി പോലും മുസ്ലിം ആയിരുന്നില്ലല്ലോ. ലക്ഷക്കണക്കിന് ആളുകളുടെ മരണത്തിനിടയാക്കിയ ഫ്രഞ്ച്, റഷ്യൻ, ചൈനീസ് വിപ്ലവങ്ങളിൽ മുസ്ലിങ്ങൾക്ക് യാതൊരു പങ്കുമില്ലല്ലോ. ഓസ്ട്രിയൻ ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ വധിച്ചുകൊണ്ട് 1-ാം ലോകമഹായുദ്ധത്തിന് തുടക്കം കുറിക്കാൻ കാരണക്കാരനായ ഗവ്രീലി പ്രിൻസിപ്പും ലക്ഷക്കണക്കിന് ആളുകളുടെ മരണത്തിനിടയാക്കിയ 1-2 ലോകമഹായുദ്ധങ്ങളിൽ പരസ്പരം പോരാടിയിരുന്ന രാജ്യങ്ങളിലെ ഭരണാധികാരികളിൽ ആരും തന്നെ മുസ്ലിങ്ങളായിരുന്നില്ലല്ലോ. ഈ ഭരണാധികാരികളുടെ ആജ്ഞയനുസരിച്ച് മനുഷ്യക്കുരുതി നടത്തിയ ക്രൂരന്മാരായ സൈനികരിൽ 99% മുസ്ലിങ്ങളായിരുന്നില്ലല്ലോ. 1,65,000 ആളുകളുടെ മരണത്തിനും അതിനേക്കാൾ ഒട്ടനവധി ആളുകളുടെ ദുരന്തത്തിനും പിറക്കാനിരിക്കുന്ന തലമുറകളുടെ അംഗവൈകല്യങ്ങൾക്കും രോഗങ്ങൾക്കും കാരണമായ ഹിരോഷിമയുടെയും നാഗാസാക്കിയുടെയും മുകളിൽ ആണവ ബോംബുകൾ ഇടാൻ കൽപ്പന നൽകിയ ക്രൂരനായ ഭീകരനായ അമേരിക്കൻ പ്രസിഡന്റ് ട്രൂമനും ആ ക്രൂരനായ മനുഷ്യൻ്റെ ആജ്ഞ അനുസരിച്ചുകൊണ്ട് ഈ കൊടും
കൃത്യങ്ങൾ ചെയ്ത പൈലറ്റുമാരായ പോൾ ടിബറ്റും ചാർലി സ്വീനിയും ഒന്നും മുസ്ലിങ്ങളായിരുന്നില്ലല്ലോ. ലക്ഷക്കണക്കിന് ആളുകളുടെ മരണത്തിന് കാരണക്കാരായ ജർമ്മൻ നാസി നേതാവ് എയ്ഡോൾഫ് ഹിറ്റ്ലറും ഇറ്റാലിയൻ ഫാഷിസ്റ്റ് പാർട്ടിയുടെ നേതാവ് മുസലീനിയും റഷ്യയുടെ ജോസഫ് സ്റ്റാലിനും കാംബോഡിയയിലെ പോൾ പോട്ടും ഒന്നും മുസ്ലിങ്ങളായിരുന്നില്ലല്ലോ. ശീതയുദ്ധ കാലഘട്ടത്തിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ മരണത്തിനിടയായ കൊറിയൻ, വിയറ്റ്നാം, കംബോഡിയൻ യുദ്ധങ്ങൾക്ക് കാരണക്കാരായ അമേരിക്കൻ പ്രസിഡന്റുമാർ ആരും തന്നെ മുസ്ലിങ്ങളല്ലല്ലോ. 80 വർഷത്തോളമായി ആയിരക്കണക്കിന് പലസ്തീൻ പൈതങ്ങളെയും സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധരെയും നിരന്തരം കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര രാഷ്ട്രമായ ഇസ്രായേലിൻ്റെ മനുഷ്യത്വം എന്തെന്നറിയാത്ത സയോണിസ്റ്റ് സൈനികരല്ലേ? 1984 ദില്ലി കലാപത്തിൽ 3000-ൽ കൂടുതൽ സിഖുകാരെയും 1989 ബഗൽപൂർ കലാപത്തിൽ 1000-ൽ കൂടുതൽ മുസ്ലിങ്ങളെയും 1992-93 മുംബൈ കലാപത്തിൽ 1000-ൽ കൂടുതൽ മുസ്ലിങ്ങളെയും 2002 ഗുജറാത്ത് കലാപത്തിൽ 1000-ൽ കൂടുതൽ മുസ്ലിങ്ങളെയും കൊന്നൊടുക്കിയത് സവർണ ഫാസിസ്റ്റ് കേഡർമാരായിരുന്നില്ലേ? റോഹിംഗ്യ മുസ്ലിങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത് ബുദ്ധ സന്യാസിമാരുടെ നേതൃത്വത്തിലുള്ള മതഭ്രാന്തരല്ലേ? ഇനി 1995 ആഫ്രിക്കൻ രാജ്യമായ റുവാണ്ടയിൽ 10 ലക്ഷത്തോളം ന്യൂനപക്ഷക്കാരായ ടൂട്സികളെയാണ് ഭൂരിപക്ഷ വിഭാഗമായ ഹൂട്ടുകൾ കൊന്നൊടുക്കിയത്. അന്ന് മാസങ്ങളോളം നീണ്ടുനിന്ന ഈ മനുഷ്യക്കുരുതി നടക്കുമ്പോൾ ടൂട്സികൾക്ക് അഭയം നൽകിയത് മുസ്ലിം ഭവനങ്ങളും മസ്ജിദുകളുമായിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് ലക്ഷക്കണക്കിന് ടൂട്സികളാണ് ഇസ്ലാമിക വിശ്വാസം സ്വീകരിച്ചത്. എന്നാൽ ഹൂട്ടുകളോടൊപ്പം കൂട്ടുനിന്ന് മറ്റവരെ കൊന്നതിന് ക്രൈസ്തവ പാതിരിമാർ ശിക്ഷിക്കപ്പെട്ടിട്ടില്ലേ? ഒട്ടനവധി ആളുകളുടെ മരണത്തിനിടയാക്കിയ LTT കേഡർമാർ മുസ്ലിങ്ങളല്ലല്ലോ, ഹിന്ദുക്കളല്ലേ? അപ്പോൾ പറയും അവർ ഒരു ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടിയല്ല പടപൊരുതിയത്, തമിഴില്ലത്തിന് വേണ്ടിയാണെന്ന്. ശരി, നാം സമ്മതിക്കുന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇതേ മാനദണ്ഡം സ്വീകരിച്ചാൽ പലസ്തീൻ ജനത പോരാടുന്നത് ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടിയല്ലല്ലോ, പലസ്തീൻ നാടിൻ്റെ മോചനത്തിന് വേണ്ടിയല്ലേ? ചെച്നിയൻ ജനത പോരാടിയത് റഷ്യയിൽ നിന്നും ചെച്നിയെ മോചിപ്പിക്കാനല്ലേ, ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടിയല്ലല്ലോ? അതുപോലെ തന്നെ സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലുമെല്ലാം ഒരു വിഭാഗം പോരാടുന്നത് അധിനിവേശത്തിനെതിരല്ലേ? കാശ്മീർ പ്രശ്നങ്ങൾക്ക് കാരണവും ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാനല്ല, മറിച്ച് സ്വതന്ത്രമായ ഒരു കാശ്മീർ വേണമെന്നതാണ്. ഇവരുടെ പ്രവർത്തികളെല്ലാം എന്തിന് ഇസ്ലാമിൻ്റെ കണക്കിൽ വരവ് വെക്കുന്നു എനിക്ക് മനസ്സിലാകുന്നില്ല. CNN ഗൺ റിപ്പോർട്ട് പ്രകാരം 2000 മുതൽ 2010 വരെയുള്ള കാലഘട്ടത്തിൽ അമേരിക്കയിൽ 3 ലക്ഷം അമേരിക്കക്കാരാണ് അമേരിക്കക്കാരുടെ തോക്കിനിരയായിട്ടുള്ളത്. ഒരു ദിവസം 30 പേർ ശരാശരി. ഇവരിൽ 99% ഈ ഘാതകർ ക്രിസ്ത്യൻ പേരുള്ള ആളുകളാണ്. ഇതേ കാലയളവിൽ, ഈ 10 വർഷത്തെ കാലയളവിൽ മുസ്ലിം പേരുള്ള ആളുകൾ അമേരിക്കൻ മണ്ണിൽ നടത്തിയെന്ന് പറയപ്പെടുന്ന ഭീകര അക്രമങ്ങളിൽ 50-ൽ താഴെയാണ് ആളുകൾ മരിച്ചിട്ടുള്ളത്. 3 ലക്ഷം എവിടെ കിടക്കുന്നു? 50-ന് താഴെ എവിടെ കിടക്കുന്നു? എന്നിട്ടും ഇവാഞ്ചലിസ്റ്റുകളെല്ലാം പറയുന്നത് ഈ ഭീകരത എന്ന് പറയുന്നത് ക്രൈസ്തവർക്കിടയിൽ അന്യമാണ്, അത് മുസ്ലിങ്ങളുടെയും ഇസ്ലാമിൻ്റെയും കുത്തകയാണ്. ഈ ഒരു വാദം അമേരിക്കയിലെ KKK കൂ ക്ലക്സ് ക്ലാൻ എന്ന ഭീകര സംഘടനയുടെ ഇരകളോടൊന്ന് പറഞ്ഞു നോക്കൂ. അല്ലെങ്കിൽ ആഫ്രിക്കയിലെ ലോർഡ്സ് റെസിസ്റ്റൻസ് ആർമി എന്ന ഭീകര സംഘടനകളുടെ ഇരകളോടൊന്ന് പറഞ്ഞു നോക്കൂ. ഇനി 1980 ലബനാനിലെ പലസ്തീൻ ക്യാമ്പിലേക്ക് മാരനൈറ്റ് ക്രിസ്ത്യൻ മിലീഷ്യ എന്ന ഭീകര സംഘം യന്ത്രത്തൂക്കുകളുമായി കടന്നു ചെന്നിട്ട് 2000-ഓളം പലസ്തീൻകാരെയല്ലേ കൊന്നൊടുക്കിയത്. എന്നിട്ടും ഇവർ പറയുന്നു ഭീകരവാദികളെല്ലാം ക്രിസ്ത്യാനികളാണെന്ന്. അമേരിക്കൻ പ്രസിഡന്റുമാരായ ഏബ്രഹാം ലിങ്കനെ വധിച്ച ജോൺ വിൽക്സ് ബൂത്തും വില്യം മെക്കൻലിയെ വധിച്ച ലിയോൺ ഫ്രാങ്ക്സോഗോസും ജെയിംസ് എ ഗാർഫീൽഡിനെ വധിച്ച ചാർലി ജെ ഗിറ്റോവും ജോൺ ഫിറ്റ്സ് ജെറാൾഡ് കെനഡിയെ വധിച്ച ലീ ഹാർവി ഓസ്വാൾഡും ഒന്നും മുസ്ലിങ്ങളായിരുന്നില്ലല്ലോ. മഹാത്മാഗാന്ധിയെ വധിച്ച നത്തൂറാം ഗോഡ്സെയും അമേരിക്കയിലെ കറുത്തവരുടെ നേതാവായിരുന്ന മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറെ വധിച്ച ജെയിംസ് ഏൾ റേയും ഇന്ദിരാഗാന്ധിയെ വധിച്ച സത്വന്ത് സിംഗും ബീത് സിംഗും രാജീവ് ഗാന്ധിയെ വധിച്ച ധനുവും ഒന്നും മുസ്ലിങ്ങളായിരുന്നില്ലല്ലോ. 1995 അമേരിക്കയിലെ ഒക്ലഹോമ പട്ടണത്തിലെ ഫെഡറൽ ബിൽഡിംഗ് ബോംബിട്ട് തകർത്ത് 168 പേരെ വധിച്ച തിമത്തി ജെയിംസ് മാക്വേയും
2011 നോർവേയുടെ തലസ്ഥാനമായ ഓസ്ലോയിലെ ഗവൺമെൻറ് മന്ദിരങ്ങൾ ബോംബിട്ട് തകർത്ത് 8 പേരെയും പിന്നീട് ഈറ്റായ ദ്വീപിലേക്ക് കടന്നു ചെന്ന് അവിടുത്തെ നോർവീജിയൻ ലേബർ പാർട്ടിയുടെ യുവജന ക്യാമ്പിലേക്ക് വെടിവെച്ച് 67 പേരെ വധിച്ച ആൻഡ്രേ ബെറിംഗ് ബ്രേവിക്കും 2012 അമേരിക്കയിലെ കൊളറാഡോയിലെ സിനിമാ തിയേറ്ററിൽ കടന്നു ചെന്ന് നിറയൊഴിച്ച് 14 പേരെ വധിച്ച ജെയിംസ് ഹോംസും ഒന്നും മുസ്ലിങ്ങളായിരുന്നില്ലല്ലോ. ഇവരെല്ലാം ഈ അവസാനം പറഞ്ഞ 3 ആളുകളുണ്ടല്ലോ വ്യക്തമായ ഒരു വർഗീയ ചിന്തയുടെ അടിസ്ഥാനത്തിൽ ചെയ്തതാണ്. അതായത് ഗർഭനിരോധനം ബൈബിൾ എതിർക്കുന്നു എന്ന കാഴ്ചപ്പാടിൽ, അല്ലെ അധാർമികമായ സിനിമകൾ എതിർക്കുന്നു എന്ന കാഴ്ചപ്പാടിൽ. എന്നിട്ടും ഇവാഞ്ചലിസ്റ്റുകൾ പറയുന്നു ഭീകരവാദികളെല്ലാം മുസ്ലിങ്ങളാണെന്ന്. പക്ഷെ ഈ ഞാൻ വിവരിച്ചതിൽ നിന്നും നിങ്ങൾക്കെന്ത് മനസ്സിലായി? ഭീകരവാദികൾക്കും തീവ്രവാദികൾക്കും മതഭ്രാന്തന്മാർക്കും ചൂഷകർക്കും വഞ്ചകർക്കും പൂഴ്ത്തിവെപ്പുകാർക്കും മതവും ആദർശവുമില്ല. അവർക്ക് വഞ്ചനയുടെയും സ്വാർത്ഥതയുടെയും മുഖവും നിറവും മാത്രമാണുള്ളത്. അവർക്കൊരു മതവുമായിട്ടുള്ള ഏക ബന്ധം അവരുടെ പേരൊരു മതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നല്ലാതെ മറ്റൊന്നുമല്ല എന്ന തിരിച്ചറിവുണ്ടാകണം. പാരീസിലെ അക്രമത്തിൻ്റെ പിന്നിൽ ആ വെടിവെപ്പ് നടത്തിയ ആളുകൾ നിരന്തരം നിശാ ക്ലബ്ബുകളിലും മദ്യശാലകളിലും കയറി ഇറങ്ങിയെന്നും അക്രമത്തിൻ്റെ തലേന്ന് പോലും അവർ മദ്യശാലയിലായിരുന്നുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുമ്പോൾ അവർക്ക് ഇസ്ലാമുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? എനിക്കെൻ്റെ മുൻപിലിരിക്കുന്ന നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഒരൊറ്റ മുസ്ലിം പോലും ഐസിസിൻ്റെയോ അൽ ഖായിദയുടെയോ ഒരു പ്രവൃത്തിയുടെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കരുത്. ഒരൊറ്റ മുസ്ലിം പോലും ഇവരുടെ പ്രവർത്തനത്തിന് മാപ്പ് പറയരുത്. കാരണം ദൗർഭാഗ്യകരമായിട്ട് ഞാൻ കാണുന്ന ഒരു കാഴ്ചയാണ്, ഇവരൊരു പ്രവർത്തനം നടത്തും, മുസ്ലിങ്ങൾ പോയി മാപ്പ് പറയേണ്ടത് ഐസിസിനെയും അൽ ഖായിദയും സൃഷ്ടിച്ച അമേരിക്കയും സഖ്യകക്ഷികളുമാണ്. ധാർമ്മിക ഉത്തരവാദിത്വം മാത്രമല്ല, യഥാർത്ഥ ഉത്തരവാദിത്വവും ഏറ്റെടുക്കേണ്ടത് അമേരിക്കയും സഖ്യകക്ഷികളുമാണ്. നിങ്ങൾക്കറിയാം 1980 റഷ്യ അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്നു ചെന്നപ്പോൾ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിലാണ് അഫ്ഗാനിലുള്ള ആളുകളെ വിളിച്ചുകൂട്ടി അവർക്ക് ആയുധങ്ങൾ നൽകാൻ തീരുമാനിച്ചതും പിന്നീട് ആയുധങ്ങൾ നൽകിയതും അവർക്ക് തീവ്രവാദ ഭീകര പരിശീലനം നൽകിയതും. ഇവരിൽ കുറേ ആളുകൾ തീവ്രവാദികളായിട്ടുണ്ടെങ്കിൽ, അൽ ഖായിദയായി പരിണമിച്ചെങ്കിൽ, അതേപോലെ തന്നെ താലിബാനായി പരിണമിച്ച് അമേരിക്കക്കിട്ട് തന്നെ തിരിച്ചു കൊത്തിയതിന് മുസ്ലിങ്ങളായ നമ്മൾ എന്ത് പിഴച്ചു? എന്തിനിവർ ഇസ്ലാമിൻ്റെ കണക്കിൽ വരവ് വെക്കുന്നു? അമേരിക്കക്കും സഖ്യകക്ഷികൾക്കും ഇറാഖിൽ സദ്ദാം ഹുസൈനെ മാറ്റാനും ലിബിയയിൽ ഗദ്ദാഫിയെ മാറ്റാനും അതുപോലെ തന്നെ ആസാദിനെ സിറിയയിൽ മാറ്റാനുമെല്ലാം എന്ത് ധാർമ്മിക അവകാശമാണുള്ളത്? അവർ പറയുന്നു ജനാധിപത്യത്തോടുള്ള സ്നേഹമാണെന്ന്. നിങ്ങൾക്കറിയാമോ എന്താണ് അവരുടെ ലക്ഷ്യമെന്ന്? ഓരോ വർഷവും ബില്യൺ കണക്കിന് ഡോളറുകളാണ് ആയുധങ്ങൾ ശേഖരിക്കാൻ അവർ ചെലവഴിക്കുന്നത്. പുതിയ ആയുധങ്ങൾ കണ്ടെത്താനും അത് രൂപപ്പെടുത്താനുമുള്ള ഒട്ടനവധി വ്യവസായശാലകൾ അവർക്കുണ്ട്. ഇങ്ങനെ ബില്യൺ കണക്കിന് ഡോളറുകൾ ചെലവഴിച്ച് രൂപപ്പെടുത്തുന്ന ആയുധങ്ങൾ പരിശോധിച്ചു നോക്കാൻ യുദ്ധവേദികൾ അനിവാര്യമാണ്. അതൊരു കാരണം. എന്നാൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട കാരണം 4-5 വർഷങ്ങൾ കഴിയുമ്പോൾ ഈ ആയുധങ്ങൾ കാലഹരണപ്പെടുന്നു. ഈ കാലഹരണപ്പെട്ട ആയുധങ്ങൾ എന്തു വേണം? വിറ്റഴിക്കാനുള്ള കമ്പോളങ്ങൾ വേണം. കൊതുകില്ലെങ്കിൽ കൊതുക് തിരിക്ക് ആർക്ക് വേണം? കൊതുക് തിരി. മഴയില്ലെങ്കിൽ കൂടെ ആർക്കെങ്കിലും വേണമോ? അതുകൊണ്ട് ഇവരുടെ നിലനിൽപ്പിന്, ഇവരുടെ കച്ചവടത്തിന്, ഇവരുടെ പണസമ്പാദനത്തിന് അനിവാര്യമാണ് ഇതുപോലെയുള്ള സംഘർഷ മേഖലകൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുക എന്നത്. 1 വർഷത്തോളമായി അമേരിക്കയും സഖ്യകക്ഷികളുമെല്ലാം ഐസിസ് മേഖലകളിൽ ബോംബാക്രമണം നടത്തുന്നു. അതിനു മുൻപ് അവർ ഇറാഖിലും മറ്റും ബോംബാക്രമണങ്ങൾ നടത്തി. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട സന്താനങ്ങൾക്കും, സന്താനങ്ങൾ നഷ്ടപ്പെട്ട മാതാപിതാക്കൾക്കും, സഹോദരന്മാർ നഷ്ടപ്പെട്ട കൂടപ്പിറപ്പുകൾക്കും, ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യയ്ക്കും, ഭാര്യ നഷ്ടപ്പെട്ട ഭർത്താവിനും നിരപരാധികളെക്കുറിച്ച് ഒരു ചിന്തയും ഉണ്ടാകില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം പാരീസിലെ നിരപരാധികൾ മരിക്കുമ്പോൾ നമ്മുടെ നെഞ്ചും പൊട്ടും. പക്ഷെ സിറിയയിൽ മരിക്കുമ്പോൾ, അഫ്ഗാനിസ്ഥാനിൽ മരിക്കുമ്പോൾ, ഇറാഖിൽ മരിക്കുമ്പോൾ, ലബനാനിൽ മരിക്കുമ്പോൾ, പലസ്തീനിൽ മരിക്കുമ്പോൾ എന്ത് ഇവരാരും മെഴുകുതിരി കത്തിക്കാത്തത്? എന്ത് ലോക നേതാക്കൾ ഒരുമിച്ച് കൂടാത്തത്? ഫ്രാൻസ് ഒരു രാജ്യമായതുകൊണ്ടും അവർക്ക് പ്ലെയിനുകളുള്ളത് കൊണ്ടും അവർ പോയി നിരപരാധികളെ കൊല്ലുമ്പോൾ അത് യുദ്ധമാണ്. നിങ്ങളൊന്ന് സങ്കല്പിക്കുക, ഐസിസും ഒരു രാജ്യമാണെന്ന് സങ്കല്പിക്കുക, അവർക്ക് ബോംബുകളുണ്ടെന്ന് സങ്കല്പിക്കുക. അവർ തിരിച്ച് അക്രമം നടത്തിയാലും അത് യുദ്ധമായി വ്യാഖ്യാനിക്കപ്പെടും. പക്ഷെ സത്യം പണയം വെച്ചിട്ടില്ലാത്ത ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയും സഖ്യകക്ഷികളും നിരപരാധികളെ കൊന്നൊടുക്കുന്നതും ഭീകരാക്രമമാണ്.
ഐസിസും അൽഖായിദയും ചെയ്യുന്നതും ഭീകരാക്രമമാണ്. മറിച്ചൊരു വ്യത്യാസമുണ്ട്. അമേരിക്കയും സഖ്യകക്ഷികളുടെയും ഉത്തരവാദിത്വം കൂടുതലാണ്. കാരണം അവരാണ് ഇവരെയെല്ലാം സൃഷ്ടിച്ചത്. നിങ്ങൾക്കറിയാമോ, രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും റഷ്യയും പങ്കെടുത്ത യുദ്ധങ്ങളിൽ 99% അവർ പരാജയപ്പെട്ടു. എന്തുകൊണ്ട്? കൊറിയയിലും വിയറ്റ്നാമിലും കംബോഡിയയിലും അമേരിക്ക പരാജയപ്പെട്ടു. റഷ്യക്ക് ഇതേ അനുഭവമുണ്ടായി. 2000 ഇറാഖിലേക്ക് അവർ കടന്നു കയറിയത്. എന്തിന്? ഭീകരത അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. 15 വർഷങ്ങൾക്ക് ശേഷം ഭീകരത അതിനേക്കാൾ 100 ഇരട്ടി വർദ്ധിച്ചില്ലേ? അതല്ലേ നാം കാണുന്നത്? എന്തുകൊണ്ടിത് സംഭവിക്കുന്നു? ഭീകരതയെ കച്ചവടവൽക്കരിക്കുന്ന, ഭീകരതയെ കയറ്റി അയക്കുന്ന ആളുകൾക്ക് ഭീകരതയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ കഴിയില്ല. ഇസ്രായേലിനെ ഭീകര രാഷ്ട്രമായി പ്രഖ്യാപിക്കാത്ത കാലത്തോളം, പലസ്തീൻ പ്രദേശങ്ങൾ തിരിച്ചു നൽകാത്ത കാലത്തോളം ഒരിക്കലും മുസ്ലിങ്ങൾക്ക് ഇവരെ വിശ്വസിക്കാൻ സാധിക്കില്ല. മറ്റൊരു പ്രധാന കാരണമുണ്ട്. അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും സൈനികർക്ക് മിസൈലുകളുടെയും ടാങ്കുകളുടെയും ഡ്രോണുകളുടെയും ആയുധങ്ങളുടെയും എല്ലാം പിൻബലമില്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ പറ്റില്ല. കാലിഫോർണിയയിലെ ശീതീകരിച്ച് മുറിയിലിരുന്ന് കമ്പ്യൂട്ടർ ബട്ടണിൽ ഞെക്കിക്കൊണ്ട് ഡ്രോണുകൾ പറത്തിയാൽ യുദ്ധം ജയിക്കാൻ സാധിക്കില്ല. അവർക്ക് മരണത്തെ ഭയമാണ്, യുദ്ധഭൂമിയിലിറങ്ങാൻ ഭയമാണ്. മറിച്ച് പ്രതികാര ചിന്ത കൊണ്ടും മതഭ്രാന്ത് കൊണ്ടും മരണത്തെ ഭയമില്ലെന്ന് മാത്രമല്ല, മരണം ആലിംഗനം ചെയ്യാൻ കാത്തിരിക്കുന്നൊരു വിഭാഗം. ഭീരുക്കളുടെ സംഘം ഒരു വശത്ത്, മരണഭയം ഇല്ലാത്തവർ മറുവശത്ത്. ഇവിടെ അമേരിക്കയും സഖ്യകക്ഷികളും തെറ്റുതിരുത്തി കച്ചവടം, വ്യാപാര ആയുധ കച്ചവടം അവസാനിപ്പിച്ച് ഇസ്രായേലിനെ ഭീകര രാഷ്ട്രമാണെന്ന് പ്രഖ്യാപിച്ച് മരണഭയമില്ലാത്ത മുസ്ലിങ്ങളെയും സംഘടിപ്പിച്ച് ഐസിസ്, അൽഖായിദ മുതലായവർക്കെതിരെ യുദ്ധം ചെയ്യണം. പക്ഷെ അത് സംഭവിക്കുമെന്ന് എനിക്കും നിങ്ങൾക്കും ഇല്ലാത്ത സാഹചര്യത്തിൽ നാം എന്ത് ചെയ്യണം? മുസ്ലിങ്ങളായ നാം എന്ത് ചെയ്യണം? കാരണം ഒരു അമുസ്ലിം ഭീകരത കൊണ്ട് അനുഭവിക്കുന്ന അമുസ്ലിങ്ങൾ യഥാർത്ഥത്തിൽ അവർ ഇരകളാകുമ്പോൾ മാത്രമാണ്. മറിച്ച് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം 130 കോടി മുസ്ലിങ്ങളും നിരന്തരം അൽഖായിദയുടെയും ഐസിസിൻ്റെയും എല്ലാം പ്രവർത്തനത്തിൻ്റെ ദൂഷ്യഫലങ്ങളും ദുരന്തങ്ങളും പേറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് മുസ്ലിങ്ങളെ അമേരിക്കയും സഖ്യകക്ഷികളും നിരന്തരം കൊന്നൊടുക്കുന്നുണ്ടെങ്കിലും അവരല്ല നമ്മുടെ ഒന്നാമത്തെ ശത്രുക്കൾ. മറിച്ച് ഇസ്ലാമിനെയും ഖുർആനെയും തെറ്റിദ്ധരിപ്പിക്കുന്ന ഇതുപോലെയുള്ള പ്രസ്ഥാനങ്ങളാണ്. പക്ഷേ എപ്പോഴും ഭരണകൂടങ്ങളെ നാം ഒന്നായിട്ട് കാണാം, ജനങ്ങളെ മറ്റൊന്നായിട്ട് കാണാം. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ഇന്ദിരാഗാന്ധി മരിച്ചപ്പോൾ രാജീവ് ഗാന്ധി പറഞ്ഞില്ലേ, ഒരു വൻവൃക്ഷം വീണാൽ ചലനങ്ങൾ ഉണ്ടാകുമെന്ന്. 3000-ഓളം സിഖുകാർ മരിച്ചു. 2002 ഗോദ്ര സംഭവം ഉണ്ടായപ്പോൾ ഇന്നത്തെ പ്രധാനമന്ത്രി, അന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ, ഒരു സംഭവമുണ്ടായാൽ ചലനങ്ങളുണ്ടാകും. 1000-ൽ കൂടുതൽ മുസ്ലിങ്ങൾ മരിച്ചു. എന്നിട്ട് ഈ വ്യക്തിയാണ് പാരീസ് സംഭവമുണ്ടായപ്പോൾ ലോക മനുഷ്യ സമൂഹത്തിനെതിരെയുള്ളൊരു യുദ്ധമാണെന്ന് പറഞ്ഞത്. ഒരു വാക്ക്, അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് ഒരു വാക്ക് വന്ന മതിയായിരുന്നു. ഞാൻ മുഖ്യമന്ത്രിയായിരുന്നു, എനിക്കവിടെ ഒരു പരാജയം സംഭവിച്ചു. ഈ വാക്ക് ആ മനുഷ്യൽ നിന്നും പുറത്തു വന്നില്ല. എന്നാൽ ന്യൂയോർക്കിൽ വേൾഡ് ട്രേഡ് സെൻ്ററുകൾ തകർക്കപ്പെട്ടപ്പോൾ ഒരു മുസ്ലിം വധിക്കപ്പെട്ടില്ലല്ലോ. മാധ്യമങ്ങൾ അതാണ് പറഞ്ഞത്, മുസ്ലിങ്ങളാണ് കാരണക്കാരെന്ന്. ഒരു മുസ്ലിം വധിക്കപ്പെട്ടില്ലല്ലോ. പാരീസിൽ നടന്നത് ഫ്രഞ്ച് നാഷണൽ ടീം കളിക്കുന്ന ഫുട്ബോൾ മാച്ചിൽ പ്രസിഡന്റ് പോലും സന്നിഹിതരായിരുന്ന ഒരു സ്റ്റേഡിയത്തിൽ ബോംബ് സ്ഫോടനമുണ്ടായിട്ട്, സംഗീത വിരുന്നിൽ സ്ഫോടനമുണ്ടായിട്ട്, ഭക്ഷണശാലയിൽ ഉണ്ടായിട്ട് ഒരു മുസ്ലിം പോലും വധിക്കപ്പെട്ടില്ലല്ലോ. 3 ദിവസം കഴിഞ്ഞില്ല, ഇംഗ്ലണ്ടിലെ ഒരു മെട്രോ ട്രെയിനിൽ കൂടി യാത്ര ചെയ്യുന്ന റൂഹി റഹീം എന്ന ഒരു യുവതി, മുസ്ലിം യുവതിയും ശിരോവസ്ത്രം ധരിച്ചിരുന്ന സഹോദരിയും ട്രെയിനിൽ ഇരിക്കുമ്പോൾ ഒരു വെളുത്ത വർഗ്ഗക്കാരൻ വന്നിട്ട് അവരെ ആക്ഷേപിച്ചു. കമ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാവരും അയാളോട് പുറത്തു പോകാൻ പറഞ്ഞു. അടുത്ത സ്റ്റേഷനിൽ അയാളെ ഇറക്കി വിട്ടിട്ട് എല്ലാവരും സ്ത്രീകൾ വന്ന് ഇവരെ ആലിംഗനം ചെയ്ത് ആശ്വസിപ്പിച്ചു. നിങ്ങൾക്കറിയാമല്ലോ അമേരിക്കയിൽ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ. അമേരിക്കയുടെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മതഭ്രാന്തനായ വിഡ്ഢിയായ ഡൊണാൾഡ് ട്രംപ്, അയാൾ പറഞ്ഞു മുസ്ലിങ്ങളെ അമേരിക്കയിലേക്ക് കടത്തരുത്. 24 മണിക്കൂറിനുള്ളിൽ ലണ്ടനിൽ 2.5 ലക്ഷം ആളുകൾ ഒപ്പിട്ടിട്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റിനോട് പ്രമേയം പാസ്സാക്കാൻ പറഞ്ഞു, ട്രംപിനെ ഇംഗ്ലണ്ടിലോട്ട് കടത്തരുത്. 1 ലക്ഷം ആളുകൾ ഒപ്പിട്ടാൽ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇത് പരിഗണിക്കണം. ഈ 2.5 ലക്ഷം ആളുകൾ ഒപ്പിട്ട് പരിഗണിക്കാതിരിക്കാം. ഒട്ടേറെ സംഭവങ്ങൾ മുസ്ലിങ്ങൾക്കെതിരായിട്ടുണ്ട്. എങ്കിൽ പോലും ഈ നന്മ മറക്കരുത്. അപ്പോൾ ഒന്നാം ഏറ്റവും വലിയ ശത്രുക്കളായ ഐസിസിനും അൽഖായിദക്കുമെതിരെ ഇറാഖിൽ പോയും അഫ്ഗാനിസ്ഥാനിൽ പോയും ഒന്നും യുദ്ധം ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും കഴിയില്ല. നമുക്കെന്താണ് ചെയ്യാൻ കഴിയുന്നത്?
വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, വലാ തസ്തവിൽ ഹസനത്തു വല സയ്യ ഇദ്ഫഅ ബില്ലതി ഹിയ ഹസൻ ഫഇലല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയുൻ ഹമീം. നന്മയും തിന്മയും തുല്യമല്ല. തിന്മയെ തിന്മ കൊണ്ട് നേരിടാതെ തിന്മയെ നന്മ കൊണ്ട് നേരിട്ടാൽ നിന്റെ കഠിന ശത്രു പോലും നിന്റെ ആത്മമിത്രമായി തീരും. ഞാൻ 2 സംഭവങ്ങൾ പറഞ്ഞ് എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കാം. അമേരിക്കയിലും യൂറോപ്പിലും ഓസ്ട്രേലിയയും എന്ന രാജ്യത്തും മസ്ജിദുകൾക്കെതിരെ ഒരുപാട് പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ അമേരിക്കയിലെ ഒഹായോ എന്ന മസ്ജിദിൻ്റെ മുൻപിൽ പ്രതിഷേധ പ്രകടനം നടത്തണമെന്ന് ഫേസ്ബുക്കിലൂടെ ഈ വലതുപക്ഷ തീവ്രവാദികൾ ആഹ്വാനം ചെയ്തു. സാധാരണ അവർക്ക് ലൈസൻസ് ഉള്ള തോക്കുകളുണ്ട്, യന്ത്ര തോക്കുകളുമായിട്ടാണ് സാധാരണ മസ്ജിദുകളുടെ മുൻപിൽ വരിക. പക്ഷേ അന്നത്തെ ദിവസം ഒരു ആൻ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ, ഒത്തിരി പ്രായമായ സ്ത്രീ, പ്ലക്കാർഡുമെല്ലാമായി വന്ന് മുദ്രാവാക്യം വിളിച്ച് മസ്ജിദിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ, എപ്പോഴും മസ്ജിദിൽ നിന്ന് അക്രമമുണ്ടാകാമെന്ന് കരുതി പോലീസുകാരുമുണ്ട്. ശിരോവസ്ത്രം ധരിച്ചൊരു മുസ്ലിം വനിത മസ്ജിദിൽ നിന്നും പുറത്തേക്ക് വന്ന് ഈ സ്ത്രീയെ വന്ന് ആലിംഗനം ചെയ്തു. എന്നിട്ട് മസ്ജിദിൻ്റെ ഉള്ളിലേക്ക് ക്ഷണിച്ചു. അവസാനം ക്ഷണം സ്വീകരിച്ച് അവർ മസ്ജിദിൻ്റെ ഉള്ളിൽ വന്ന് ഇസ്ലാമിനെ സംബന്ധിച്ച് മനസ്സിലാക്കി ഭക്ഷണം കഴിച്ച് തിരിച്ചുപോയി. ഒരു നന്മയോടുകൂടി ഇനി ഞാൻ പ്രതിഷേധവുമായി വരില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു മസ്ജിദിൻ്റെ മുൻപിൽ ഇതുപോലെ ആളുകൾ തടിച്ചുകൂടി യന്ത്രത്തോക്കുകളുമായി. 3 ആളുകൾ മസ്ജിദിൻ്റെ ഉള്ളിൽ കടന്ന് മഗ്രിബ് നമസ്കാരം കണ്ട് പല ആളുകളുമായി സംസാരിച്ചിട്ട് അവർ പറഞ്ഞു, ഇനി ഞങ്ങൾ വരില്ല. അവരുടെ ടീഷർട്ടുകളിൽ ഒരു വാക്കുണ്ട്, ഇവിടെ ഈ സദസ്സിൽ എനിക്ക് പറയാൻ സാധിക്കില്ല, അതിൻ്റെ ആദ്യത്തെ അക്ഷരം എഫ് ആണ് ഇംഗ്ലീഷിൽ, നിങ്ങൾക്ക് പലർക്കും അനുമാനിക്കാവുന്നതാണ്. അതുകൊണ്ട് ഇസ്ലാം എന്നെഴുതിയ ടീഷർട്ടുകൾ. അവർ പറഞ്ഞു, ഇനി ഞങ്ങൾ ധരിക്കില്ല. ഇതാണ് നന്മ കൊണ്ട് നമുക്ക് പ്രതികരിക്കാൻ സാധിക്കുക എന്നത് വലിയൊരു കാര്യമാണ്. അതുപോലെ ഓസ്ട്രേലിയ എന്ന രാജ്യത്ത് മുസ്ലിം സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ചിത്രങ്ങൾ ഫേസ്ബുക്കിൽ കൊടുത്തിട്ട് അവരൊരു ചോദ്യചിഹ്നമിടും, ഡു വി നീഡ് ദീസ് പീപ്പിൾ? ഇത്തരക്കാരെ നമുക്ക് വേണമോ എന്ന്. ഇവരാവശ്യമില്ല എന്ന നിലയിലുള്ള പോസ്റ്റുകളാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു പോസ്റ്റ് പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടു. ജെയിംസ് കാൾട്ടൺ എന്ന് പറഞ്ഞൊരാൾ ഇട്ടൊരു പോസ്റ്റാണ്. അതിൻ്റെ അടിയിൽ അദ്ദേഹം ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. അദ്ദേഹം തൻ്റെ മകൻ്റെ പാസ്പോർട്ടും ഓഫീസിൽ നിന്ന് വാങ്ങി കുറച്ച് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ പാസ്പോർട്ട് കാണുന്നില്ല. 2 ദിവസത്തിനുള്ളിൽ എവിടെയോ പോകേണ്ടതാണ്. പരിഭ്രാന്തനായി വന്ന വഴിയിലൂടെ മുഴുവനും അന്വേഷിച്ച് നടന്നപ്പോൾ ഒരു പ്രത്യേക സ്ഥലത്തെത്തി. അങ്ങനെ നിലത്ത് പാസ്പോർട്ട് തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ശിരോവസ്ത്രം ധരിച്ചൊരു മുസ്ലിം വനിത വന്നിട്ട് ചോദിച്ചു, ഈ പാസ്പോർട്ടാണോ നിങ്ങൾ തേടുന്നത്? അദ്ദേഹം പറഞ്ഞു, അതെ. എന്നിട്ട് അത് വാങ്ങി. ആ സ്ത്രീ പറഞ്ഞു, ഞാൻ കാർ എടുക്കാൻ വന്നപ്പോൾ ഇത് കണ്ടതാണ്. 1 മണിക്കൂറായി ആരെങ്കിലും വരുമെന്ന് കരുതി ഞാനിവിടെ കാത്തു നിൽക്കുകയാണ്. സാധാരണ ഓസ്ട്രേലിയ എല്ലാം പലതും വിജനമായ സ്ഥലങ്ങളാണ്. 1 മണിക്കൂർ. ഈ മനുഷ്യൻ ജെയിംസ് കാൾട്ടൺ കുറച്ച് പണം എടുത്ത് നീട്ടി. അവർ ചിരിച്ചുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞ് പേര് പോലും പറയാതെ കാറിൽ കയറിപ്പോയി. ജെയിംസ് കാൾട്ടൻ്റെ ഹൃദയത്തിൽ അത് ആഴത്തിൽ സ്പർശിച്ചു. നമുക്ക് ഈ ആധുനിക ലോകത്ത് 5 മിനിറ്റ് പോലും ആർക്കു വേണ്ടിയും താമസിക്കാൻ സാധിക്കാത്തൊരു മാനസികാവസ്ഥയിൽ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ 1 മണിക്കൂർ ഒരു പരിചയമില്ലാത്തൊരു മനുഷ്യൻ്റെ പാസ്പോർട്ട് തിരിച്ചേൽപ്പിക്കാൻ ഈ വനിത നിന്നപ്പോൾ ഒരു ശിരോവസ്ത്രം ധരിച്ചൊരു സ്ത്രീയുടെ ശിരസിൻ്റെ പുറകുഭാഗത്തെ ചിത്രം മാത്രം കൊടുത്തിട്ട് എഴുതി, ഡു വി നീഡ് ദീസ് പീപ്പിൾ? ഉത്തരം ശരിയാണ്, നമുക്ക് വേണം. എൻ്റെയും നിങ്ങളുടെയും ജീവിതങ്ങളിലൂടെ വേണം വേണം വേണമെന്ന് പറയിപ്പിക്കുക മാത്രമാണ് അൽ-ഖായ്ദ, ഐസിസ് മുതലായ സംഘടനകൾക്കെതിരെയുള്ള നമ്മുടെ യുദ്ധം. അതേ നമ്മെക്കൊണ്ട് സാധിക്കുകയുള്ളൂ. സാധാരണ കേരളത്തിലെല്ലാം വാഹനം ഓടിക്കുമ്പോൾ കണ്ടിട്ടുണ്ട്, റോഡ് മുറിച്ച് കിടക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വാഹനത്തിൻ്റെ സ്പീഡ് നമ്മളൊന്ന് കൂട്ടും. അയാളെ കടത്തിവിടരുത്. സ്ഥിരമാണ് കേരളത്തിൻ്റെ ഒരു മനുഷ്യരുടെ ഒരു മനോഭാവമാണ്. എറണാകുളത്തെ ചെറിയ റോഡുകളുണ്ട്. ഒരു വീട്ടിൽ നിന്ന് കാറ് പുറത്തിറക്കാൻ ശ്രമിച്ചാൽ 1/2 മണിക്കൂർ ചിലപ്പോൾ കാത്തു നിൽക്കണം. ആ ഒരു കാറിൻ്റെ പുറകിൽ മറ്റേ കാറ്. ഇയാൾ ഇറക്കുമെന്ന് കരുതി പുറകിലത്തെ ആൾ ഒന്നും കൂടി സ്പീഡിൽ കൂട്ടും. ഇനി മുതൽ നമ്മളൊരു കാര്യം ചെയ്യുക. നിങ്ങളിൽ പലരും താടി വളർത്തിയവരുണ്ടാകും, ഭാര്യ ശിരോവസ്ത്രം അണിഞ്ഞ് അടുത്തിരിക്കുന്നുണ്ടാകും. ഒന്ന് വാഹനം നിർത്തിക്കൊടുക്കുക. കാൽനടക്കാരൊന്ന് നടന്നു പോകട്ടെ. ഗ്രഹനാഥൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങട്ടെ. ഇങ്ങനെ നിരന്തരം മുസ്ലിങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ മാറ്റങ്ങളുണ്ടാകും. ഓട്ടോറിക്ഷക്കാർ നന്നായിട്ട് പെരുമാറുക, ഡ്രൈവർമാർ, ടാക്സി ഡ്രൈവേഴ്സ് നന്നായിട്ട് പെരുമാറുക, ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ നന്നായിട്ട് പെരുമാറുക. അങ്ങനെ എല്ലാവരും നന്നായിട്ട് പെരുമാറി ഒരു ദിവസത്തെ ഒരു പ്രവൃത്തി കൊണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ച തെറ്റിദ്ധാരണ തിരുത്താൻ
എനിക്കും നിങ്ങൾക്കും സാധിച്ചാൽ അതാണ് ഐസിസിനും അൽ ഖായിദക്കും അമേരിക്കക്കും എല്ലാം എതിരായിട്ടുള്ള ഏറ്റവും വലിയ പ്രതിരോധം. അല്ലാതെ പ്രഭാഷണങ്ങളും അതുപോലെ പാംഫ്ലെറ്റ്സുകളും കൊണ്ടും വലിയൊരു പ്രയോജനം കാണില്ല. ഇത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളോടും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹുമ്മ ഹീന അലൽ കിതാബി വസ്സുന്ന വഅമിത്നാ മൽ ഈമാനി വതൗബ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും.